എല്ലാവർക്കും നമസ്കാരം. ദേവരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഞാൻ വന്നിരിക്കുന്ന ഒരു ക്ഷേത്രത്തെക്കുറിച്ച് പറയാനാണ്. തൃശ്ശൂരിലുള്ള പൂങ്കുന്നം. പൂങ്കുന്നത്തിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് മാറിയുള്ള ഒരു അഗ്രഹാരത്തിനുള്ളിലുള്ള ക്ഷേത്രമാണ് സീതാരാമസ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമുക്ക് സ്വാഭാവികമായ ഉള്ളിലേക്ക് കടക്കുന്നതോടുകൂടി നമുക്കതിനെക്കുറിച്ചൊക്കെ അറിയാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ക്ഷേത്രത്തിലാണ് സ്വർണരഥമുള്ളത്. ഈ ക്ഷേത്രത്തിന് സ്വന്തമായി ഭഗവാനെ എഴുന്നള്ളിക്കാൻ വേണ്ടിയുള്ള ഒരു സ്വർണരഥമുണ്ട്. അതുപോലെ സീതാ രാമസമേതനായിട്ടുള്ള ഒരു പ്രതിഷ്ഠയുള്ള ക്ഷേത്രം കൂടിയാണ് ഇത്. ലക്ഷ്മണനും ഹനുമാനും ശിവകുടുംബം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ്. തമിഴ് ശൈലിയിലാണ് ഈ ക്ഷേത്രവും ഇതിൽ ആചാരങ്ങളും എല്ലാം. കൂടുതലായി നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ. വരും 125 വർഷം പഴക്കമുള്ള ശ്രീരാമചന്ദ്രമൂർത്തിയും സീതാദേവിയും ഒരേ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണിത്. നയനാനന്ദകരമായ കാഴ്ചയാണ് ഈ ക്ഷേത്രത്തിലെ ഓരോ ബുക്കും മൂലയും. പഠിപ്പുര തന്നെ ബഹുകേമമാണ്. അസാധ്യമായ കൊത്തുപണികളാണ്. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളോട് സാമ്യമുള്ള രീതിയിലുള്ള കൊത്തുപണികളോട് ചേർന്ന ഒരു പടിപ്പുരയാണ് ആദ്യം. കൂടാതെ ഒരുപാട് പ്രത്യേകതകളാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. കേരളത്തിലെ സുവർണരഥമുള്ള ഒരേയൊരു ക്ഷേത്രമാണിത്. അതുപോലെ ഏറ്റവും ഉയരമുള്ള ഹനുമാൻ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ള കേരളത്തിലെ ഏക ക്ഷേത്രവും ഇത് തന്നെയാണ്. എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് ശേഷം ഈ ഹനുമാൻ പ്രതിമയിൽ ലേസർ ഷോ നടത്താറുണ്ട്. ഒറ്റ കല്ലിൽ തീർത്ത ഈ ഹനുമാൻ ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്നതാണ്. അതിന് തൊട്ട് താഴെയായി ഒരു കുഞ്ഞു ഹനുമാനും ഉണ്ട് കേട്ടോ. അണിമയും ഗരിമയും ഒന്നിക്കുന്ന ഒരു അത്യപൂർവമായ ഒരു കാഴ്ച നമുക്കിവിടെ കാണാം. ഒരു പക്ഷേ കേരളത്തില് ലേസർ ഷോ നടത്തുന്ന ഒരേ ഒരു ക്ഷേത്രവും ഇത് തന്നെ ആയിരിക്കും. രാമായണത്തിലെ പ്രസക്തമായ ഭാഗങ്ങളാണ് ഹനുമാൻ ചാലീസ. അതൊക്കെയാണ് നമ്മുടെ ഈ ലേസറിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സുവർണ കൊടിമരമുള്ള അത്യപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് സീതാരാമസ്വാമി ക്ഷേത്രം. അതുപോലെ ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കടന്നാൽ ഇരുവശങ്ങളിലുമായി വലതുവശത്ത് ശ്രീരാമദേവനും സീതാദേവിയും ലക്ഷ്മണനും ഹനുമാനും അടങ്ങിയ ഒരു വിഭാഗം, ഒരു പ്രതിഷ്ഠയാണ്. ഇടതുവശത്ത് ശിവകുടുംബമാണ്. എത്ര മനോഹരമാണെന്നറിയോ അത് കാണാൻ. അതുപോലെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ പ്രതിഷ്ഠ കാണുന്നത് വളരെ മനോഹരമായിട്ടാണ്. കാരണം വളരെ ഉയർന്ന തരത്തിലുള്ള, അതായത് വളരെ ചെറിയ ഒരു വിഗ്രഹമല്ല, മറിച്ച് അത്യാവശ്യം വലിപ്പമുള്ള ശ്രീരാമദേവനും സീതാദേവിയും മനോഹരമായ അലങ്കാരങ്ങൾ, സ്വർണത്തിൽ കുളിച്ച് അലങ്കാരങ്ങളോടുകൂടി ആഭരണങ്ങളും അലങ്കാരങ്ങളും ഒക്കെ ആയിട്ട് അത്ര മനോഹരമായിട്ടാണ് നമുക്ക് ആ കാഴ്ച കാണാൻ സാധിക്കാം. അതുപോലെ അതിന്റെ മുൻവശം, ആ ശ്രീകോവിലിന്റെ മുൻവശം മുഴുവൻ സ്വർണം പൊതിഞ്ഞതാണ്. അതുകൂടാതെ ഇരുവശങ്ങളിലുമായി, അതായത് ക്ഷേത്രത്തിന്റെ ഇരുവശങ്ങളിലെയും ചുമരുകളിൽ ചുമർ ചിത്രങ്ങളുടെ നിറക്കൂട്ടാണ്. നിറക്കൂട്ടിന്റെ വിസ്മയം എന്നൊക്കെ പറയാം. അത്ര മനോഹരമാണ്. പുത്രകാമേഷ്ടി മുതൽ പട്ടാഭിഷേകം വരെയുള്ള ഭാഗങ്ങൾ ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുകയാണ്. രാമായണം മുഴുവൻ, രാമായണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ മുഴുവൻ നമുക്കവിടെ കാണാം. അതും മനോഹരമായ നിറക്കൂട്ടിൽ. അത് ഒരുപക്ഷെ വർണ്ണിക്കാനാവില്ല നമുക്ക്. അത്ര മനോഹരമാണ് ആ കാഴ്ച. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വന്നാൽ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രമുണ്ട്. ഈ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രവും മുൻവശം മുഴുവൻ സ്വർണം പൊതിഞ്ഞതാണ്. കൂടാതെ
തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഉണ്ട് കേട്ടോ. ഓടക്കുഴലൊക്കെ വിളിച്ചിരിക്കുന്ന ഉണ്ണിക്കണ്ണൻ. ആ ഉണ്ണിക്കണ്ണന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഉണ്ണിക്കണ്ണൻ ഇരിക്കുന്നത് ഇത് തൊട്ട് കദംബ വൃക്ഷത്തിന്റെ ചുവട്ടിലാണ്. അത് മാത്രമല്ല, രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന മാർബിൾ കണ്ണനാണ് അവിടെയുള്ളത്. കണ്ണൻ എന്തായാലും മനോഹരമാണ്. എങ്കിലും ഈ മാർബിൾ കണ്ണനെ കാണാൻ ഒത്തിരി സവിശേഷതയുണ്ട് കേട്ടോ. ഒന്ന് തൊട്ട് നോക്കാൻ തോന്നും നമുക്ക്, അത്ര മനോഹരമാണ്. അതിൻ്റെയും അപ്പുറത്തായിട്ട് ശിവക്ഷേത്രമുണ്ട്. ഈ ശിവക്ഷേത്രവും അതിനോട് സൈഡിലായിട്ട്, അതായത് ഇടതുവശത്തായിട്ട് ഗണപതിയുണ്ട്. ഈ ശിവക്ഷേത്രത്തിന്റെ മുൻവശവും സുവർണത്താൽ പൊതിഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിലെ തൃശ്ശൂരിലുള്ള സുവർണക്ഷേത്രം എന്ന് തന്നെ ഞാൻ ഇതിനെ വിശേഷിപ്പിച്ചത്. മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് സവിശേഷതകളാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. 1 ഏക്കറിൽ കൂടുതൽ വിസ്തീർണമുള്ള ക്ഷേത്രക്കുളമാണിത്. ശനി ഞായർ ദിവസങ്ങളിലാണ് 7:15 മുതൽ ഹനുമാന്റെ പ്രതിഷ്ഠയില് ഹനുമാൻ ചാലീസയുടെ പശ്ചാത്തലത്തിലുള്ള ലേസർ ഷോ നടത്തുന്നത് കേട്ടോ. അതുപോലെ 12 ദിവസം നീണ്ടു നിൽക്കുന്ന ശ്രീരാമനവമി ആഘോഷമാണ്. ആ സമയത്താണ് നമ്മുടെ ഈ സ്വർണ്ണരഥം പുറത്തിറക്കുക കേട്ടോ. 10 ദിവസം തൃശ്ശൂർ ജില്ലയിൽ തന്നെ രഥോത്സവം നടത്തുന്ന ഏക ക്ഷേത്രമാണ് നമ്മുടെ സീതാരാമസ്വാമി ക്ഷേത്രം. അതുപോലെ ക്ഷേത്രത്തിനകത്ത് കടന്നാലുണ്ടല്ലോ, അതിമനോഹരമായ പുൽമേടും പൂന്തോട്ടവും ക്ഷേത്രത്തിന് ആവശ്യമായ എല്ലാ പുഷ്പങ്ങളും നമുക്ക് ഇവിടെ നിന്ന് തന്നെ ലഭിക്കും. നിങ്ങൾക്ക് കാണാം ഇത് അല്ലേ. അതുപോലെ ഇവിടുത്തെ പ്രധാന വഴിപാട് കളഭമാണ് കേട്ടോ. 10 ദിവസമാണ് ഈ സ്വർണ്ണരഥം പുറത്തേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവരിക കേട്ടോ. അതുപോലെ ഭജനോത്സവം, ഓഗസ്റ്റ് മാസം സെപ്റ്റംബർ മാസങ്ങളിലാണ് ഭജനോത്സവം ഉണ്ടാവുക. തിരുവാതിരയോടനുബന്ധിച്ച് ആതിരോത്സവം, അങ്ങനെ വിവിധങ്ങളായ ആഘോഷങ്ങളിലെല്ലാം ഈ നാട് മുഴുവൻ ഈ ക്ഷേത്രത്തിനോടൊപ്പം ചേരുന്നു. അതുപോലെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിനകത്ത് രാമതുളസി, രുദ്രാക്ഷം, കൂവളം, നമ്മളൊക്കെ കൂവളം 3 ഇലയുടെ കൂവളല്ലേ കണ്ടിട്ടുള്ളത്. ഇവിടെ 10, 9, 12 ഇലകളുള്ള കൂവളം ഈ ക്ഷേത്രത്തിനകത്തുണ്ട്. ചെമ്പകം, അങ്ങനെ നിരവധി ക്ഷേത്രങ്ങളിലേക്ക് സാധാരണ ക്ഷേത്രങ്ങളിൽ കണ്ടുവരാറില്ലാത്ത തരത്തിലുള്ള എല്ലാ മരങ്ങളും വൃക്ഷങ്ങളും പൂക്കളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അമ്പലം. കദംബം, ഞാൻ പറഞ്ഞല്ലോ ആദ്യം, കദംബത്തിന്റെ ചുവട്ടിലാണ് നമ്മുടെ കണ്ണനുള്ളത്. വളരെ മനോഹരമായ ഒരു അന്തരീക്ഷം. ഇത്രയും 3, 4 ക്ഷേത്ര നവഗ്രഹങ്ങളുടെ അങ്ങനെയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്ര അന്തരീക്ഷമാണെങ്കിലും ഇവിടെ വളരെ ശാന്തമാണ്. നമ്മുടെ മനസ്സിനെ സ്വസ്ഥമാക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ. തീർച്ചയായും ഒരു ശ്രീരാമഭക്തൻ, ഒരു ഈശ്വരനിൽ വിശ്വസിക്കുന്ന ഒരാൾ കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രമാണ്. തമിഴ്നാട്ടിലെ കൊത്തുപണികളോടൊക്കെ സാമ്യമുള്ള രീതിയിലുള്ള ഒരു ക്ഷേത്രത്തിന്റെ രീതിയാണ് ഇവിടെ കണ്ടുവരുന്നതെങ്കിലും ആചാരങ്ങളൊക്കെ മലയാളിയുടേത് തന്നെയാണ്. തമിഴ്നാട്ടിലെ അല്ല, ഇവിടുത്തെ തന്നെയാണ്. ഇവിടുത്തെ പ്രസാദം തൈര് സാദമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ കഴിച്ചിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. മാത്രമല്ല, എല്ലാ ദിവസവും വൈകിട്ട് ഭജനയുണ്ട്. 7 മണി മുതൽ ആ പരിസരത്തുള്ള എല്ലാ ആളുകളും അവിടെ വന്ന് എല്ലാ ദിവസവും സംഗീതം ആസ്വദിക്കും. അതൊക്കെ കേൾക്കാനും ഇരിക്കാനും ഒക്കെയുള്ള സൗകര്യമൊക്കെയുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ തൃശ്ശൂർ ജില്ലയിലെത്തിയാൽ പൂങ്കുന്നത്തോട് ചേർന്ന്, പൂങ്കുന്നം എന്ന പേര് തന്നെ പൂക്കളുടെ കുന്ന്, പുഷ്പഗിരി എന്നാണ് നമ്മളതിനെ പറയുന്നത്. ഈ പൂങ്കുന്നത്തിന് തൊട്ടടുത്തുള്ള അഗ്രഹാരത്തില് ആണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ ജില്ലയുടെ റെയിൽവേ സ്റ്റേഷന് അവിടുന്ന് അടുത്ത് തന്നെയാണ് ഈ പൂങ്കുന്നം എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ എല്ലാവരും അത് കാണാൻ മറക്കരുത്. എല്ലാവരെയും സ്നേഹപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കണ്ടില്ലേ എല്ലാവരും? ഞാൻ പറഞ്ഞതിനേക്കാളും 1000 ഇരട്ടിയാണ് ഇതിനുള്ളിലുള്ള കാഴ്ചകൾ. ഈശ്വര വിശ്വാസമുള്ള ഒരാൾ തീർച്ചയായിട്ടും സന്ദർശിച്ചിരിക്കേണ്ട ഒരു ക്ഷേത്രമാണ്. അപ്പൊ എല്ലാവരും വന്ന് കാണുക കേട്ടോ. നിങ്ങളുടെ മനസ്സ് നിറയും, ഉറപ്പാണ്.
അപ്പോൾ ഇതുപോലെ മറ്റൊരു ക്ഷേത്രവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരോടും സ്നേഹം, നന്ദി.